നമസ്കാരം. ആയുഷ് മന്ത്രയിലേക്ക് സ്വാഗതം. 46 വർഷത്തെ സേവന വൈദഗ്ധ്യമുള്ള ഒരു വിശിഷ്ട വ്യക്തിയാണ് നമ്മൾക്കൊപ്പം ഇന്നുള്ളത്. മോഡേൺ മെഡിസിനിൽ അതിവൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ജയ ലാൽമോഹൻ. സ്വാഗതം. നമസ്തേ. ഓക്കെ മാം, വെൽനസ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയൊരു കാര്യമായിട്ട് ചിന്തിക്കുന്ന ഒരു സമയവും മോഡേൺ മെഡിസിൻ വളരെ ഡിഫറൻ്റായി നിൽക്കുന്ന ഒരു പോർഷനിലാണ് നമ്മൾ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനെ രണ്ടിനെയും കൂടെ ഒരു തട്ടിൽ കൊണ്ടുപോകുന്ന മാമിനെ കുറിച്ച് ഒത്തിരി കേൾക്കുകയുണ്ടായി. മോഡേൺ മെഡിസിൻ ഇന്ത്യൻ വിസ്റ്റത്തിലൂടെ ഒരു ഹോളിസ്റ്റിക് രീതിയിൽ ഒരു പേഴ്സണെ കണ്ടുകൊണ്ട് ഉള്ള മാമിൻ്റെ അപ്രോച്ചിനെ കുറിച്ച് കുറേയേറെ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ആക്ച്വലി ഞങ്ങൾക്ക് അറിയാനായിട്ടുള്ളത്. മാം ഒന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു ബിൻസി. ബിൻസിയുടെ ചോദ്യത്തിൽ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന അലോപ്പതിക് മെഡിസിനെ ആയിരിക്കും അല്ലേ? അതെ. ഓക്കെ, അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ബ്രിട്ടീഷ് പുറം രാജ്യങ്ങളിൽ വെസ്റ്റേൺ മെഡിസിൻ തന്നെ പറയാം. ശരിക്കും മോഡേൺ എന്ന് പറയുന്നതിനേക്കാളും വെസ്റ്റേൺ മെഡിസിൻ, ഈസ്റ്റേൺ മെഡിസിൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പൊതുവേ സത്യം പറഞ്ഞാൽ ഞാൻ അലോപ്പതി സിസ്റ്റത്തിൽ അതിൽ തന്നെ ഗൈനക്കോളജിസ്റ്റ് സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലോ നമുക്ക് അലോപ്പതി സിസ്റ്റേഴ്സ്. സ്പെഷ്യലൈസേഷൻ മാത്രമല്ല, ഇപ്പം സൂപ്പർ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. സൂപ്പർ സ്പെഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് ഓരോ ഓർഗൻ സ്പെസിഫിക് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതൊക്കെ അഡ്വാൻസ്മെൻറ്റ് ഇൻ സയൻറ്റിഫിക് ടെക്നോളജി ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ, അതായത് ഞാൻ 1974 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയത്. അന്നൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ മോഡേൺ മെഡിസിൻ എന്നുള്ള രീതി ഒന്നും പറയാറില്ല. മറിച്ച് മെഡിക്കൽ സയൻസ് എന്നുള്ള രീതിയിൽ വൈദ്യശാസ്ത്രം. അപ്പോൾ അന്നത്തെ വൈദ്യശാസ്ത്രത്തിൽ ഈ സോ കോൾഡ് മോഡേൺ മെഡിസിനിൽ തന്നെ യഥാർത്ഥത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് വെൽനെസ് ആണ്. പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് വന്നു കഴിയുമ്പോൾ ക്യൂരിറ്റി ഓഫ് ഡിസീസസ് ആയിട്ട് മാത്രം മാറി. അപ്പം ഞങ്ങൾ ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ. അത് നമ്മൾ റെഫർ ചെയ്താൽ നമുക്കറിയാം വാട്ട് ഈസ് ഹെൽത്ത് എന്ന് ചോദിച്ചാൽ ആ ഹെൽത്തിൻ്റെ ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് തോന്നും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് ഹോൾ പേഴ്സൺ മെഡിസിൻ ശ്രദ്ധ ചെലുത്തുന്നു എന്ന് ചോദിച്ചാൽ ആക്ച്വലി വി വെർ ടോട്ട് ലൈക്ക് ദാറ്റ്. പക്ഷെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ തന്നെ എന്താ പറയുക കഴിവിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം ഇതിങ്ങനെ ആയിപ്പോയത്. മനസ്സിലായില്ലേ? സ്ട്രിക്റ്റ് മെഡിസിൻ ആയിപ്പോയത്. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു ഡയമെൻഷനിലോട്ട് നമുക്ക് എത്താൻ സാധിക്കത്തില്ല. കാരണം ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് മെഷറബിൾ ആണ്. മെൻ്റൽ ഹെൽത്ത് ഒരു പരിധി വരെ വി ക്യാൻ മെഷർ. സോഷ്യൽ ഹെൽത്തും ഒരു പരിധി വരെ നമുക്ക്, അതായത് സൊസൈറ്റിയിൽ മൊത്തത്തിലുള്ള ഹെൽത്തിൻ്റെ ഡയമെൻഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്പാൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് സോഷ്യൽ ഹെൽത്തും നമുക്ക് അളക്കാൻ പറ്റും. പക്ഷേ നാലാമത് വരുന്ന സ്പിരിച്വൽ ഹെൽത്തിന് ദർ ഇസ് നോ ഡയമെൻഷൻ, ദർ ഇസ് നോ പ്രോട്ടോകോൾ. പ്രത്യേകിച്ച് സ്പിരിറ്റ് എന്ന് പറഞ്ഞ ആ ഡയമെൻഷനെ നമ്മൾ കാണുന്നേയില്ല. കാണാത്തതൊന്നിനെ നമുക്ക് സയൻസ് ആണെന്ന് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതേപോലെ ഈ വെൽനെസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെ അനുഭവമാണ്. അത് മെഷർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കൂടുതലും എന്നാലും ഹെൽത്തിൽ ഈ പറഞ്ഞ മോഡേൺ മെഡിസിനിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അവർ ലക്ഷ്യമിട്ടേക്കുന്നത് ഗോൾ ഓഫ് WHO ആണല്ലോ ഇതിൻ്റെ എല്ലാം ഓരോ സ്ട്രാറ്റജിയും പ്രോസസ് ഇൻപുട്ടും പ്രോസസ്സും ഔട്ട്പുട്ടും ഒക്കെ കൺസിഡർ ചെയ്യുന്നത്, നമുക്ക് ഗൈഡ് ലൈൻസ് ഇടുന്നത്. അതിൽ പറയുന്നത് ഹെൽത്ത് കെയർ ഷുഡ് ബി കോംപ്രിഹെൻസീവ്. കോംപ്രിഹെൻസീവ് എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് ആയിരിക്കണം, പ്രൊമോട്ടീവ് ആയിരിക്കണം, ക്യൂറേറ്റീവ് ആയിരിക്കണം, റീഹാബിലിറ്റേറ്റീവ് ആയിരിക്കണം. മനസ്സിലായി? ഈവൻ നൗ ദ ലേറ്റസ്റ്റ് വൺ ഈസ് പാലിയേറ്റീവ്. ഈ 5 ഡയമെൻഷനും കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഹെൽത്ത് കെയർ കൊടുക്കാൻ. വാട്ട് എവർ ഇറ്റ് ഈസ്, വെദർ ഇറ്റ് ഈസ് മോഡേൺ മെഡിസിൻ ഓർ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്താണെങ്കിലും ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റം ഷുഡ് ഹാവ് ഓൾ ദീസ് 5 കമ്പോണൻസ്. പക്ഷേ നമ്മുടെ മെഡിസിനിൽ എക്സെപ്റ്റ് ഇൻ ആയുർവേദം ബാക്കി ഒന്നിലും ഈ പ്രിവെൻറ്റീവ് അപ്രോച്ചിന് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് എല്ലാ സിസ്റ്റത്തിനെ കുറിച്ച് വി ഷുഡ് ഹാവ് എ ബേസിക് നോളജ് എന്നുണ്ട്.
ഓക്കെ, പ്രത്യേകിച്ച് അതിപ്പം കൂടിക്കൂടി വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ മോഡേൺ മെഡിസിൻ്റെ ഈ അലോപ്പത്തിക് സിസ്റ്റത്തിൽ ഡ്രഗ്സ് കൊടുക്കുന്നതിൻ്റെ ടോക്സിസിറ്റി വളരെ കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങളെ പോലുള്ള ഡോക്ടേഴ്സിനും അറിയാം. പക്ഷേ പബ്ലിക്കിന് അതിനെപ്പറ്റി അത്ര ജ്ഞാനമില്ലെന്നുള്ളതാണ് സത്യം. കാരണം എനിക്കറിയാം, ഞാനൊരു മദർ ആൻഡ് ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ പ്രത്യേകിച്ച് പീഡിയാട്രിക്സ് എന്നുള്ളൊക്കെ കേസുകൾക്ക് ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്കലോ പാരസെറ്റമോളോ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും അടുത്ത പ്രാവശ്യം പനി വരുമ്പോഴും മദേഴ്സ് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ വെച്ചുകൊണ്ട് പോയി മേടിച്ചിട്ട് കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അത് അവരുടെ സൗകര്യാർത്ഥവും അവരുടെ വിവരം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് സൈഡ് എഫക്റ്റ് വരും, അപ് ടു കിഡ്നി ഫെയിലിയർ. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സിന് കൂടുതൽ അറിവ് കിട്ടാൻ തുടങ്ങിയപ്പം WHO അതിൻ്റെ സ്ട്രാറ്റജി എല്ലാം വെച്ചപ്പോൾ പറഞ്ഞ് വി ഷുഡ് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ റിഗാർഡിംഗ് ദ ടോക്സിസിറ്റി ഓഫ് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കുറയ്ക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻറ്റിനോട് ഇത്രയും മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവർ മിക്കവാറും ചോദിക്കുന്നത്, മാഡം എനിക്ക് ജോലിക്ക് പോകേണ്ടതാണ്, അതുകൊണ്ടാണ് ലാസ്റ്റാമത്തെ ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞുതരുമോ, കാരണം ഒറ്റ ഡോസ് കൊണ്ട് അസുഖം പറയണം. എല്ലാവരും ഷോർട്ട് കട്ടില്ല. കാരണം അവരുടെ പ്രയോറിറ്റി ഒരു ദിവസം ജോലി പോയാൽ അവരുടെ ഇൻകമാണ് പോകുന്നത്. അപ്പം നമ്മളുടെ ഏറ്റവും വലിയ വെൽത്ത് ഹെൽത്താണെന്ന് അറിയാമെങ്കിലും ആ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും അസുഖം വരുമ്പോൾ മാത്രമാണ്. ഞാനുൾപ്പെടെ ആരോഗ്യമാണ് എൻ്റെ വലിയ സമ്പത്തെന്ന് എനിക്കറിയാമെങ്കിലും അത് ആ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അലോപ്പത്തിക് സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കുന്നുണ്ടോ, പ്രോ ആക്റ്റീവായിട്ട് പ്രൊട്ടക്ടിങ് മൈ ഹെൽത്ത് എന്ന് വെച്ചാൽ നോ എന്നായിരിക്കും എൻ്റെ ഉത്തരം. മനസ്സിലായി? അസുഖം വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ആ ആരോഗ്യത്തിൻ്റെ ബെനിഫിറ്റ് വാല്യൂ മനസ്സിലാവുന്നത്. പക്ഷേ അപ്പോൾ മെഡിക്കലി നമുക്ക് നമ്മുടെ ആരോഗ്യം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ആകെപ്പാട് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ മാത്രമാണ്, ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. പക്ഷേ നമുക്ക് അസുഖം വരാതെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കണ നാച്ചുറലായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ, സ്വാഭാവിക രോഗപ്രതിരോധ ശക്തി എംപവർ ചെയ്യണം. അതിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിസ്റ്റമാണ് ആയുർവേദ സിസ്റ്റം. ആയുർവേദം, ഞാൻ അലോപ്പതിയാണ്, മീൻസ് സംശയിക്കുമായിരിക്കും ഈ ആയുർവേദത്തെക്കുറിച്ച് ഇത്രയും കൂട്ടി. എൻ്റെ പോളിസി എന്നല്ല, ഞങ്ങളുടെയൊക്കെ ആ ജനറേഷനിൽ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് വിട്ടേക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിരുന്നു ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ ഡോക്ടേഴ്സിനേക്കാളും കൂടുതൽ ആ റെസ്പോൺസിബിലിറ്റി കൊടുത്തിരുന്നത് പാരാമെഡിക്കൽ അല്ല, ഫീൽഡ് സ്റ്റാഫിന്, പബ്ലിക് ഹെൽത്ത് നഴ്സ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്. അവരുടെ മെയിൻ ജോലി ഹെൽത്ത് എഡ്യൂക്കേഷനാണ്. ആരോഗ്യം സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം, അതിൽ നമ്പർ 1 എന്ന് വെച്ചാൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാന്ന്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ല ഫുഡ്, ന്യൂട്രീഷൻ, ബാലൻസ്ഡ് ഡയറ്റ്. പക്ഷെ ഇപ്പം ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മനുഷ്യർ കഴിക്കുന്നതൊക്കെ ബാലൻസ്ഡ് ഡി അങ്ങ് മാറ്റി, പ്രത്യേകിച്ച് സ്ത്രീകൾ ബാലൻസിന്റെ ഡി മാറ്റിയിട്ട് ബാലൻസ് വരുന്നത്. കാരണം നമുക്ക് ജോലിക്ക് പോകണ്ടേ, ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം എല്ലാം ഫ്രിഡ്ജിനകത്ത് സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് അല്ലേ, നമുക്ക് സമയമില്ല. ജോലിക്ക് പോകുന്നതിൻ്റെ കൂടെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പം അപ്പോഴപ്പോഴും കുക്ക് ചെയ്ത് ചൂടോടെ ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? അപ്പം സ്ത്രീകളാണ് വളരെ എല്ലാത്തിൻ്റെയും എന്താ പറയുക, മാനേജർ ആരാ? ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ് അല്ലേ. കുട്ടികൾക്കെല്ലാം ചൂടോടെ കൊടുക്കും, ഈവൻ ഭർത്താവിനും ചൂടോടെ കൊടുക്കും. ബാലൻസ് വരുന്നതായിരിക്കും ഒരു സ്ത്രീ കഴിക്കുന്നത്. അപ്പോഴും എന്ത് സംഭവിക്കുന്നു? സ്ത്രീകളുടെ ആരോഗ്യം താഴോട്ട് കുത്തനെ ഇടിയുന്നു എന്ന് തന്നെ പറയാം. ഒരു സ്ത്രീയുടെ ആരോഗ്യം പ്രശ്നത്തിലായ ദ ഹോൾ ജനറേഷൻ വിൽ സഫർ. അവരിൽ കൂടെ ഉണ്ടാകുന്ന ഓരോ കുഞ്ഞും സഫർ ചെയ്യും. ആ ജനറേഷൻ്റെ വന്നു കഴിഞ്ഞാൽ അവരിൽ കൂടെ അടുത്ത ഇന്റർ ജനറേഷനിൽ പ്രശ്നം വരുമെന്നാണ്. ഓക്കെ മാം, WHO-യുടെ പ്രിവെന്റീവ് ആസ്പെക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ മാം WHO-യുടെ ട്രെയിനറാണ് എന്ന് കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാം. ഇതാണ് എനിക്ക് അപ്പോഴും 1974 പാസ്സായപ്പോഴും മുതൽ ഞാനിങ്ങനെ കൂടുതലും ഗവൺമെൻറ് സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്യും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഹോസ്പിറ്റലിലൊക്കെ. അപ്പോൾ എപ്പോഴും ആ പ്രിവെൻഷന്, പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത്, കമ്മ്യൂണിറ്റി ഹെൽത്ത്, ആ കൺസെപ്റ്റിലോട്ടാണ് എനിക്ക് കൂടുതൽ താല്പര്യമുണ്ട്. അപ്പോൾ 1994 ഏറ്റവും ഒരു ഫ്ലാഗ്ഷിപ്പ് ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രത്യുൽപാദന ആരോഗ്യ പദ്ധതി, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം,
പ്രത്യുൽപാദനാരോഗ്യം അതുവഴി ശിശുക്ഷേമവും അങ്ങനത്തെ പ്രോഗ്രാം വരികയും അതിൻ്റെ കേരളത്തിൽ നിന്ന് അതിൻ്റെ ട്രെയിനിങ്ങിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ പോയി അറ്റൻഡ് ചെയ്യാൻ എന്താ പറയുക ഭാഗ്യം കിട്ടുക ഒരേ ഒരു സീനിയർ മെഡിക്കൽ ഓഫീസറായിരുന്നു ഞാൻ. കേരളത്തെ റെപ്രസെൻറ്റേറ്റ് എല്ലാ സ്റ്റേറ്റിൽ നിന്ന് 10-12 പേരെ വിളിച്ചെങ്കിലും കേരളത്തിന് പണ്ടേ നമുക്കൊരിതുണ്ട്, നമുക്കെല്ലാം അറിയാം, നമുക്കൊന്നും ആവശ്യമില്ല. ഒരു പരിധി വരെ സത്യമാണ്, നമ്മൾ മറ്റെല്ലാ സ്റ്റേറ്റിനേക്കാളും വളരെ ഇൻ്റലക്ച്വലിയും സയൻറ്റിഫിക്കലിയും ഒക്കെ ഹൈ ആണ്. പക്ഷെ ചിലപ്പോൾ ആ ഭാവം കൊണ്ട് എന്ത് പറ്റുമെന്നറിയാം, ചിലതൊക്കെ നമുക്ക് മിസ്സായി. ഏതായാലും അന്ന് എൻ്റെ സൂപ്പർവൈസർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വൺസ് യു ആർ കോൾ ടു അറ്റൻഡ് ഇത് സെമിനാർ യു ഹാവ് ടു ഗോ എന്ന് പറഞ്ഞ് എന്നെ പുഷ് ചെയ്ത് വിടുക. അതെൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. അവിടെ വെച്ചാണ് ഈ പറഞ്ഞ പോലെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സ്റ്റാഫിന് മാത്രമല്ല, കമ്മ്യൂണിറ്റിക്ക്, അമ്മമാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്, കൗമാരപ്രായക്കാർ, അതിൻ്റെ എല്ലാം പോളിസിയും ഗൈഡ് ലൈൻസും കരിക്കുലവും എല്ലാം ഡിസൈൻ ചെയ്യുന്നത് WHO ആയിരുന്നു. അങ്ങനെയാണ് കേരളത്തിന് വേണ്ടിയുള്ള RCH ട്രെയിനിങ്ങിൻ്റെ എല്ലാം കോർഡിനേറ്ററായിട്ട് ഞാനാണ് 97 മുതൽ അപ്പോയിൻറ്റഡ് ആയത്. അതെൻ്റെ ഈ പ്രൊഫഷണൽ ലൈഫിൽ തന്നെ വലിയൊരു വഴിത്തിരിവായിരുന്നു. വേറൊരു ഡയമെൻഷനിലോട്ട് പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ, ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഞാൻ ആശുപത്രിയിൽ നിന്ന് പ്രസവം എടുത്തു കൊടുക്കുന്നതിനേക്കാളും വലിയൊരു ദൗത്യം ആസ് എ ഡോക്ടർ, ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ, ആസ് എ ഗൈനക്കോളജിസ്റ്റ് എനിക്കുണ്ട്. അതായത് കൗമാരപ്രായം മുതൽ ഓരോ ആൺകുട്ടികളെ ഹൗ ടു ഫുൾഫിൽ ദെയർ ഫണ്ടമെൻ്റൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ലിവിങ് ബീയിങ്, ദാറ്റ് ഈസ് റീപ്രൊഡക്ഷൻ. കാരണം ഈ പ്രോഗ്രാം തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്താണ്. ഒരു വ്യക്തിയുടെ മറ്റെല്ലാ സിസ്റ്റത്തിനേക്കാളും ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഘടനയും പ്രവർത്തനവും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുകയും അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് റൈറ്റ്, ഫണ്ടമെൻ്റൽ റൈറ്റിൽ വരുന്നതാണ് റീപ്രൊഡക്റ്റീവ് റൈറ്റ്. Every human being, especially the woman, has the right to reproduce and not to reproduce, and to have a healthy sexual life without fear of sexually transmitted infection. അതായത് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നഷ്ടമായാൽ യുവർ ഹോൾ ലൈഫ് വിൽ ബി ലോസ്റ്റ്. അതിന് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആ എസൻസ് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെയധികം താല്പര്യം തോന്നി. ഇത് ഐ ചേഞ്ച് മൈ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ആസ് എ ട്രെയിനർ റാദർ ദാൻ എ ഗൈനക്കോളജിസ്റ്റ് ഇൻ ദ ലേബർ. എനിക്ക് തോന്നിയില്ലേ, പ്രസവമുറിയിൽ പ്രസവം എടുക്കാൻ ഇഷ്ടംപോലെ ഡോക്ടേഴ്സിനെ കിട്ടും. പക്ഷേ ഈ അവയർനെസ് ജനറേഷൻ, പക്ഷേ ഈ അന്ന് 97 എനിക്ക് തോന്നിയ ഒരു കാര്യം ഇപ്പോൾ അത് ശരിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അത് അന്ന് എനിക്ക് മനസ്സിലായി, നമ്മളുടെ ഈ പോക്കാണെങ്കിൽ മിക്കവാറും ഒരു സമയം വരും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളാരും അമ്മയാകാനുള്ള ആ താല്പര്യം കുറഞ്ഞു ഒരു അമ്മയാകാൻ ഒരു പെൺകുട്ടിയെ കിട്ടുന്ന സാഹചര്യം മിക്കവാറും ബിഗ് സീറോ ആകുമെന്നൊരു ഭയം എനിക്ക് അന്ന് തോന്നിയിരുന്നു. ശരിയാണ്, വളരെ ശരിയാണ്. ഞാനൊരു ടീനേജ് ട്രാൻസ്ഫോർമേഷൻ കൗൺസിലർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികളോട് സംസാരിക്കുമ്പം അവര് ഈ ഒരു പീരിയഡ്സ്, മെൻസ്ട്രേഷൻ, ഇതിനെയൊക്കെ വെറുക്കുന്ന അറപ്പ്, വെറുപ്പ്, വിദ്വേഷം, ഈ 3 വൈകാരിക വിക്ഷോഭങ്ങളാണ് പെൺകുട്ടിയിൽ നിന്ന് മാത്രമല്ല പെൺകുട്ടിയുടെ അമ്മയിലും വരുന്നത്. എൻ്റെ മോളെ ചതിച്ചോണ്ട് നിനക്ക് ഇപ്പോഴേ വന്നോ, നിന്നെ ഞാൻ എവിടെ സൂക്ഷിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ശരീരത്തെ ശാസ്ത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയും പ്രയോറിറ്റി, മെറ്റീരിയൽ ഹെൽത്തിനുള്ള ആ ഒരു പ്രയോറിറ്റി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കംപ്ലീറ്റ് മറന്നു. അപ്പോൾ അസുഖം വന്ന് ചികിത്സിച്ച് ഭേദമാക്കുന്നതിനേക്കാളും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ബൈ പ്രിവെൻഷൻ ആണെന്നും. അപ്പോൾ അലോപ്പതി കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അലോപ്പതി എന്ന് വെച്ചാൽ ഇതുപോലെ ബോധവൽക്കരണം, അത് 80% സക്സസ്ഫുൾ ആവും. പക്ഷേ നീഡ്സ് എ ബിഗ് ടീം. അത് ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ കുത്തകയല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് എൻ്റെ വിഷൻ, എൻ്റെ പെർസെപ്ഷൻ ടോട്ടലി ചേഞ്ച്ഡായി റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് പ്രോഗ്രാം വന്നപ്പോൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, എൻ്റെ അടുത്ത് വരുന്ന ഒരു ഗർഭിണിയോട് ദാറ്റ്സ് എ റൈറ്റ് ടൈം ടു എഡ്യൂക്കേറ്റ് റിഗാർഡിങ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. കാരണം ഒരു അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം. ഒരു അമ്മയ്ക്കല്ല, കുഞ്ഞിന് വേണ്ടി ഒരു അമ്മ എന്തും ചെയ്യും. കുഞ്ഞിന് വേണ്ടി അച്ഛനും എന്തും ചെയ്യും. ഭാര്യയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറഞ്ഞാൽ അച്ഛൻ ശരിയാണ്, ഞാൻ അവൾക്ക് മുട്ട കൊടുക്കുന്നുണ്ട്, ഞാൻ അവളെ സൂക്ഷിച്ചോളാം എന്ന് പറയും. പക്ഷേ ഈ മുട്ട ഭാര്യയ്ക്ക് കൊടുത്താൽ കുഞ്ഞിനാണ് ഗുണം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുട്ടയ്ക്ക് ഒരു 5 മുട്ട മേടിച്ചു കൊടുക്കും അച്ഛന്മാർ.
മനസ്സിലായി. അപ്പോൾ അവരുടെ സൈക്കോളജിയൊക്കെ മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ഞാൻ തീരുമാനം എടുത്തത് ഈ പറഞ്ഞ പ്രിവെൻഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഒരു പേഷ്യൻ്റ്, അമ്മമാരെ നമ്മൾ പേഷ്യൻ്റ് എന്ന് പറയാറില്ല, ഗർഭിണികൾ ഒരു പേഷ്യൻ്റ് അല്ല, രോഗിയല്ലല്ലോ അവർ വാസ്തവത്തിൽ ഡിവൈൻ സോളാണ്, ഒരു ഡിവൈൻ പേഴ്സണാണ്. അങ്ങനെ വേണം നമ്മളവരെ കാണാനൊക്കെ. എനിക്ക് ഒരുപാട് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് WHO ട്രെയിനിങ് കൂടെ കിട്ടി. WHO നേരിട്ടല്ല ട്രെയിനിങ് നടത്തിയത്, അവരുടെ ഒരു ഇന്റർനാഷണൽ ഏജൻസി ഉണ്ട് US ബാൾട്ടിമോർ എന്നാണ് പറയുക, നമ്മുടെ ജപ്പൈഗോ എന്ന് പറയുന്നത് ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഓഫ് ഒബ്സ്റ്റട്രീഷ്യൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. ഈ ലോകത്ത് ഗൈനക്കോളജിസ്റ്റിന് വേണ്ടി മാത്രം ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇതേ ഉള്ളൂ. വേറെ ഒരു സബ്ജക്റ്റിനും ഇങ്ങനെ അതിനുവേണ്ടി മാത്രം ഇന്റർനാഷണൽ ലെവലിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്ലിമെൻറ്റിങ്, മോണിറ്ററിങ്, ഇവാലുവേഷൻ ആൻഡ് എഗെയിൻ ഇംപ്ലിമെൻറ്റിങ്, അങ്ങനത്തെ ഒരു സൈക്കിൾ, പ്ലാനിങ് സൈക്കിളുള്ള ഒരേ ട്രെയിനിങ് പ്രോഗ്രാം ജപ്പൈഗോ, ഒരു യൂണിവേഴ്സിറ്റി മുഴുവൻ അതിനുവേണ്ടി വെച്ചേക്കുന്നതാണ്, ജോൺസ് ഹോപ്കിൻസ്. അപ്പോൾ മനസ്സിലാക്കാൻ ഇമ്പോർട്ടൻസ് അതിലാണ് ഏറ്റവും കൂടുതൽ. ഈ റീപ്രഡക്റ്റീവ് ഹെൽത്തിൽ പറഞ്ഞ മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ മദേഴ്സ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഫിസിക്കൽ ഹെൽത്ത് ടു കൺസീവ് എ ഹെൽത്തി ചൈൽഡ്. WHO തന്നെ ആക്ച്വലി ഒരു ചോയ്സ് ആണ് അല്ലെ, ചോയ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ, ചോയ്സ് ആണ്. പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ജനങ്ങളിലേക്ക് എത്തുന്നത് മെഡിസിൻ എന്ന ഒരു ഫോമിലാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അത് പെട്ടെന്ന് കുറയണം, അത്ര മാത്രമേ ഉള്ളൂ. ആ പെട്ടെന്ന് കുറയുന്ന മെഡിസിൻ ഏതാന്ന് നോക്കി അതിന്റെ പുറകെ പോകും. അല്ലാതെ ആ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഒരു ആളും പോകാൻ. പക്ഷെ ഇപ്പം ഒരു 2000 മുതൽ ആയുഷ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. അതിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾക്കും അതിനെപ്പറ്റി കുറച്ചൊക്കെ മനസ്സിലായി. എന്നാലും ഈവൻ എൻ്റെ അനുഭവത്തിൽ ആയുർവേദം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇപ്പം അത് മനസ്സിലാക്കി. പിന്നെ ഒരു ഗർഭിണി എൻ്റെ അടുത്ത് വന്നാൽ ആര് വന്നാലും ഒരു വ്യക്തി എൻ്റെ അടുത്ത് വരുമ്പോൾ, പണ്ടൊക്കെ ആണെങ്കിൽ എന്താ അസുഖം അവരെ നോക്കത്തോലില്ല, ഇങ്ങനെ കുഞ്ഞിന് എന്താ അസുഖം, കാര്യം ചുമല, നടുവേദന, വെള്ളപ്പോക്ക്, ആ ശരി മരുന്ന് എഴുതി കഴിഞ്ഞ് കൂടി വന്നാൽ എനിക്ക് കുറച്ചുകൂടെ പരിചയമുള്ളവരാണെങ്കിൽ എത്ര നാളായിരുന്നു കുറച്ചൊരു ഡീറ്റെയിൽ ഉണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് ഈ ശരീരം മാത്രമല്ല, ആ വ്യക്തിക്ക് ഉള്ളിൽ ഒരു മനസ്സുണ്ട്. പിന്നെ മനസ്സിൻ്റെ അടിത്തട്ടിൽ വേറെ എന്തോ കൂടെ ഉണ്ട്, ഒരു എനർജി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി അല്ല ചെയ്തിരുന്നത്. പക്ഷെ ആ അറിവ്, ആ ജ്ഞാനം കിട്ടിയത് അത് എൻ്റെ ജീവിതത്തിൽ അടുത്ത ടേണിംഗ് പോയിന്റാണ്. ഈ പറഞ്ഞ 1984 തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടി. വേദാദ്രി മഹർഷി. യോഗ പഠിക്കാനുള്ള അപൂർവ ഭാഗ്യം. ഒരു മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയും ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടാനുള്ള ആഗ്രഹം. രണ്ടാമത് നല്ലൊരു ഗുരുവിനെ കിട്ടുക. നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം നല്ല ഇരുട്ടെല്ലാം മാറ്റി വെളിച്ചം പകർന്ന ഒരു ഗുരുവിനെ കിട്ടുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ആ ഗുരുവാണ് എനിക്ക് പറഞ്ഞു തന്നത്, എൻ്റെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തിക്കും 3 ശരീരമുണ്ട്. ഫിസിക്കൽ ബോഡിയുണ്ട്, ആസ്ട്രൽ ബോഡിയുണ്ട്, കോസൽ ബോഡിയുണ്ട്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സാണ് ഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ ആ മനസ്സിനോട് അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ സംസാരിക്കാൻ, നമ്മൾ മുഖത്തോട് മുഖം സംസാരിക്കുന്നത് അതിന് വരെ ഞാൻ വിളിച്ച് ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറയുന്നത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതാണ് ഓരോരുത്തർക്കും. ആ ഡോക്ടർ എൻ്റെ മുഖത്ത് എൻ്റെ അടുത്ത് തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഗർഭിണി വന്ന് പറഞ്ഞു, മാഡം എനിക്ക് വേറൊരു ഗൈനക്കോളജിനെ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി, ആലുവയിൽ നല്ല ഡോക്ടറാണല്ലോ. നല്ല ഡോക്ടർ. ആ ഡോക്ടറുടെ മരുന്ന് കഴിച്ച പിന്നെ ഞാൻ കൺസീവ് ചെയ്ത് ഗർഭിണിയായത്. പക്ഷെ ഇപ്പം എനിക്ക് 8 മാസം. ഈ 8 മാസത്തിനകം ഒരു പ്രാവശ്യം പോലും ഞാൻ ചെക്കപ്പിന് ഇത് ഡോക്ടറിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയിട്ട് ശരിക്കും അത് അയ്യണമെന്ന് തന്നെ പറഞ്ഞു. അത്ര സിമ്പിളാണ് ശരിക്കും. ശരിയാണ്. ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്കൊരു എന്താ പറയുക, നമ്മളെ തൊട്ട് നമ്മളെ മുമ്പിലൊന്ന് തൊടുന്ന അത് ആഗ്രഹിക്കും. ആ സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്കതൊരു ഭാഗ്യം. ഗുരുവിന്റെ ക്ലാസ്സൊക്കെ അവർ രണ്ടുമാണ്. WHO സയന്റിഫിക്കലായിട്ടുള്ള അപ്രോച്ച്, എൻ്റെ വേദാദ്രി മഹർഷി എനിക്ക് പറഞ്ഞു ഫിലോസോഫിക്കൽ തത്വം. ഫിലോസഫി എന്ന് പറയുന്നത് ട്രൂത്ത്, അതാണ് അൾട്ടിമേറ്റ് ട്രൂത്ത്, നാച്ചുറൽ ആയിട്ടുള്ള. അവിടെയാണ് ഈ വെൽനെസ് വന്നത്. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്ന ആബ്സെൻസ് ഓഫ് ഡിസീസ് മാത്രമല്ല, എന്തെല്ലാം അസുഖം ഉണ്ടെങ്കിലും നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്.
വെൽനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെൻസ് ഓഫ് മൈൻഡാണ്, ഇറ്റ്സ് എ ക്വാളിറ്റി ഓഫ് മൈൻഡാണ്. എന്താ സുഖം, ക്യാൻസർ ഉള്ള എത്രയോ പേഷ്യൻസിനെ നമുക്കറിയാമല്ലേ, ഓ ക്യാൻസർ അത് സാരമില്ല, അതങ്ങ് വരും പോവും എന്ന് പറയാണ്ട് അതിൻ്റെ കെയർ എടുക്കാതിരിക്കത്തില്ല. പക്ഷെ ധ്യാനോട്ട് പറയും. പക്ഷേ ഇപ്പം തന്നെ WHO ഏറ്റവും വലിയ സെൻട്രൽ പോയിന്റ് എന്ന് വെച്ചാൽ ദ കോസ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഡിസീസ് ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഈസ് ദ മൈൻഡ്. റൂട്ട് കോസ് ഇസ് ഇൻ ദ മൈൻഡ് ആൻഡ് ദ സ്ട്രെസ് ഈസ് ദ മെയിൻ ഫാക്ടർ. അല്ലെ നമ്മുടെ മെൻ്റൽ കൾച്ചറാണ് എല്ലാ അസുഖങ്ങളുടെയും മൂല കാരണം. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് അതിൽ പറയുന്നത് നമുക്കിപ്പോൾ വെൽനെസ്, ഹെൽത്താവുന്ന വെൽനെസ് ആണെങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഹെൽത്ത് മാത്രം എന്ന് നമ്മൾ പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് only by a state of dynamic equilibrium between man and his changing environment. മാറി വരുന്ന സാഹചര്യം. ഇപ്പം നമ്മളെപ്പോഴും പറയും എന്താ നിങ്ങളിങ്ങനെ, പണ്ടുള്ളവരാണ് ഇങ്ങനെയല്ലല്ലോ. അപ്പോൾ അവർ പറയും പണ്ടത്തെ കഥയും പറഞ്ഞിട്ടിരിക്കാൻ പറ്റുമോ, പണ്ടത്തെ സാഹചര്യം കറക്റ്റാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ സാഹചര്യം മാറുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ടെക്നിക്ക് മാറ്റണം. ഈ യുഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ടെക്നോളജി ഉപയോഗിക്കണം. അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം, അല്ല സാഹചര്യത്തെ കുറ്റമായിട്ട് കാര്യമില്ല. അതും സാഹചര്യം എന്ന് പറയുമ്പോൾ മാതാമണ്ഡാൻ ഇവിടെയൊക്കെ ഈ വെൽനെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മോർ ഓഫ് എ സ്പിരിച്വൽ കമ്പോണന്റ് ആണ്. 360 ഡിഗ്രിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ടോണിക്ക് കൊടുത്തിട്ടോ ഗുളിക കൊടുത്തിട്ടോ ചിലർ പറയും ഞാനിങ്ങനെ യോഗ ടിപ്സൊക്കെ കായിക പോലത്തെ യോഗയുണ്ട് നമ്മുടെ ഒരു കോംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ പാക്കേജായിട്ട് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർ പറയുന്ന മാഡം ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല, അത് ആ ഗുളികയൊന്ന് എഴുതി തന്നാൽ മതി. കായികപ്പേ എന്ന് പറയുമ്പോൾ അത് ക്യാപ്സ്യൂളാണെന്ന പേര്. ഞാൻ പറയില്ല അത്രയ്ക്കൊരു ഈ ഫാസ്റ്റ്നെസ്സിൽ നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യട്ടെ, ഒന്ന് കാം ഡൗൺ. ശരിക്കും അസുഖങ്ങളുടെ 3 കാരണങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത് ഹറി, വറി, കറി. മസാലയെല്ലാം ചേർത്ത് വെച്ച് ഡിസീസസിന്റെ ഹറി എപ്പോഴും ഹറിയല്ലേ, തിരക്ക് പിടിച്ച് അങ്ങോട്ടെടുക്കുന്നു ഇങ്ങോട്ടെടുക്കുന്നു, എന്തൊരു വെപ്രമുള്ളതോ അറിയാം. പിന്നെ വറി, എന്തെങ്കിലും ഒരു കാര്യം വേണം, ഇങ്ങനെ വറി അടിച്ചോണ്ടേ. കൊച്ചു നേരത്തെ വന്നാലും മതി, താമസിച്ച് വന്നാലും മതി, കൊച്ചു ഭക്ഷണം കഴിച്ചാലും മതി, കഴിച്ചില്ലെങ്കിലും മതി, എല്ലാത്തിനും വറിയാണ്. അപ്പം ഞങ്ങൾ തമാശയായിട്ട് ചോദിക്കും വൈ ഡോണ്ട് യു വറി. ആരെങ്കിലും ഒരു നിമിഷം വറിയില്ലാതിരുന്ന നമ്മളോടൊക്കെ വൈ ഡോണ്ട് യു വറി. വറിയില്ലാതിരുന്ന സംതിങ് അബ്നോർമലാണല്ലോ. അതുപോലെ കറി ഫുഡ് ഔഷധമാണ്. പക്ഷെ ഇപ്പൊ ഔഷധമാണോ, വിഷമല്ലേ? ഒരു ഫുഡ് പോലും ഇല്ല വിഷമില്ലാത്തതെന്നുള്ളതാണ്. ഒന്ന് വിഷം ഇൻസെക്ടിസൈഡ്സ് അടിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ്, ഹൗ ദേ പ്രിപ്പയർ, ഹൗ ദേ സ്റ്റോർ ദ ഫുഡ്, ഹൗ മച്ച് ദേ ടേക്ക്, ഇത് മെന്റൽ ആറ്റിറ്റ്യൂഡ് വെൻ ദേ ടേക്ക് ദ ഫുഡ്, ഇതെല്ലാം ഫുഡിനെ ഔഷധമായിട്ട് ഒരുപാടുണ്ട്. ഫുഡിന് തന്നെ സ്പിരിച്വൽ ഡയറ്റ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുണ്ട് WHO. ഇതൊക്കെ വെൽനെസ്സുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. അങ്ങനെയാണ് ഞാൻ ഇത്രയും ഒരു ഇതുണ്ടെന്ന് സാധാരണ ജനങ്ങൾക്കോ അറിയില്ല. വലിയൊരു ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഏതാണ്ട് ട്രേഡ് കമ്പനി അങ്ങനെയാണ് ആളുകൾ. ഇത് മാമിനോട് സംസാരിക്കുന്നതിന് മുമ്പ് എന്റെ വരെ ഉള്ള ഒരു തോന്നല് അങ്ങനെയാണ്. WHO ഇങ്ങനെ ഒരു സമീപനമുണ്ട്. WHO എന്ന് പറയുന്നത് ശരിക്കും പോളിസിയും ഗൈഡ് ലൈൻസും ഉണ്ടാക്കുന്ന ഏജൻസിയാണ്. അല്ലാതെ അഡ്മിനിസ്ട്രേഷനിലോ ഒരു പ്രോഗ്രാം അടിച്ചേൽപ്പിക്കുന്ന ഉത്തരവാദിത്തമില്ല. ആക്ച്വലി ഇറ്റ്സ് എൻ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ജപ്പേഗോ ഒരു ട്രെയിനിങ് എന്നെ പോലുള്ള ഗൈനക്കോളജിസ്റ്റുകൾക്ക് എന്തെല്ലാം വിഡിത്തമായിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു ഈ ട്രെയിനിങ് ഒക്കെ കിട്ടുന്നവരെ. ഒരു ഫാമിലി പ്ലാനിങ് പ്രൊസീജിയറിന് പോലും ഞങ്ങളൊക്കെ വിചാരിക്കും ഞങ്ങൾക്ക് MD ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ അതിൻ്റെ എക്സ്പേർട്ടാണ്. ആ ഒരു സിമ്പിൾ പ്രൊസീജിയർ ഒരു 5 മിനിറ്റ് നേരത്തെ പ്രൊസീജിയറിന് ട്രെയിനിങ് 6 ദിവസം ഞങ്ങൾക്ക് തന്നത്. ഞാൻ ഇന്റർനാഷണൽ ട്രെയിനറാണ്. അപ്പോൾ നിങ്ങൾ എന്താ കാര്യം, ഞങ്ങൾ 6 ദിവസം പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ ജപ്പേഗോയുടെ ട്രെയിനേഴ്സ് പറഞ്ഞ് ഒരു ദിവസം നിങ്ങൾ ഇരുന്ന് നോക്കുക, എന്നിട്ട് പിന്നെ 6 ദിവസം നിങ്ങൾ നിർബന്ധിക്കില്ല. എന്നിട്ട് ആദ്യം ഒരു പ്രീ ടെസ്റ്റ് ഇട്ട് ഞങ്ങൾക്ക്. പ്രീ ടെസ്റ്റിൻ്റെ മാർക്ക് കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ തീരുമാനിച്ച് 6 അല്ല 16 ദിവസം ഇരുന്നാലും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അൺലേണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സുണ്ട്. വളയത്തിൽ കൂടെ ചാടി വളയമില്ലാതെ ചാടുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ സ്പെഷ്യലൈസേഷൻ കഴിയുമ്പോൾ ഞങ്ങളുടെ സ്കിൽസ്. അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ എന്ന് ചിലപ്പോൾ നമുക്ക് അത് തിരിച്ചറിയാനുള്ള സമയവും കിട്ടില്ല. കിട്ടിയാൽ തന്നെ നമ്മളത് കുറിച്ച് പറയത്തുമില്ല. അപ്പോൾ അതിനാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഷാർപ്പണിങ് യുവർ സ്കിൽസാണ്, അല്ലെങ്കിൽ അൺലേണിങ് ആൻഡ് ഡൂയിങ് ബെറ്റർ തിങ്സ്.
അതിന് പോലും താല്പര്യമില്ലാത്തവരാണ് ഞങ്ങളെ പോലുള്ള മിക്ക ഡോക്ടേഴ്സ്. കാരണം നമുക്കെല്ലാം അറിയാമെന്നുള്ള ഒരു തോന്നൽ ശരിയാണ്, നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ബുക്കിഷ് നോളജ് അല്ല, അനുഭവത്തിൽ നിന്ന് പ്രാക്ടീസിൽ നിന്ന് വേണം നമ്മൾ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഞങ്ങൾക്ക് പോലും WHO ഓരോന്ന് പറയുമോ പിന്നെ വേറെ പണിയില്ല, ഇത്രയൊക്കെ മതി എന്നുള്ളതോ. അപ്പം പിന്നെ ജനത്തിൻ്റെ കാര്യം ഇപ്പം എന്നെ പോലെ കുറേ ഡോക്ടർ ഇപ്പം പക്ഷേ ഒരുപാട് മാറുന്നുണ്ട്. ഞാനൊക്കെ ട്രെയിനിങ് കൊടുത്തവർ ഞങ്ങൾ കേരളത്തിൽ തന്നെ മേ ബി തൗസൻഡ്സ് ഓഫ് ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. കറക്റ്റ് ടെക്നിക്ക് 6 ദിവസം ശരിക്കും അവർ പറയും 6 ദിവസം പോരാ. കാരണം ആ ഒരു പ്രൊസീജിയറിനെ മാത്രം മാറ്റിയല്ല, ഒരു പേഷ്യൻ്റ് വരുമ്പോൾ, ഒരു ഗർഭിണി വരുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീ വരുമ്പോൾ അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ അവരുടെ യോഗയുടെ സമീപനം, ഇതെല്ലാം ഉണ്ട്. അല്ല ആ പ്രോസസ്സ് മാത്രമല്ല, അതാണ് ഹോളിസ്റ്റിക്. ഒരു പേഴ്സണൽ ഹോളായിട്ട് മൈൻഡ് ബോഡി അവരുടെ എല്ലാവരുടെ ഈ RCH പ്രോഗ്രാമിന് മറ്റൊരു പേര് തന്നെ ഹോളിസ്റ്റിക് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതിൻ്റെ കൺസെപ്റ്റ് തന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഹോളിസ്റ്റിക്, ഇറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ്, ക്ലയൻറ്റ് സെൻറ്റേർഡ്, ക്വാളിറ്റി ഡ്രിവൺ. മനസ്സിലായോ? ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് WHO ആണ്. ആക്ച്വലി ഇപ്പം ഇതൊരു ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണിന്റെ ഒരു പേഴ്സണെ ഹോൾ എടുത്തിട്ട് ഇപ്പൊ ഡെഫിനറ്റ്ലി അക്കോർഡിംഗ് ടു ബയോ ഇൻഡിവിജ്വാലിറ്റി നമ്മൾ രണ്ടുപേരും രണ്ടായിരിക്കുമല്ലോ അല്ലെ. അപ്പം അവിടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടി തന്നെ മോഡിഫൈ ചെയ്യാൻ സ്പെസിഫിക് ആയിരിക്കും. ഇപ്പൊ ജിൻസിയുടെ ടൈപ്പ് ലൈഫ് സ്റ്റൈലിലോട്ട് എന്നെ പിടിച്ചിട്ട് അൺഫിറ്റുണ്ട്. പക്ഷേ ജിൻസിക്ക് എന്നോട് പറയാം, ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇത് ഇങ്ങനത്തെ അനുഭവം, ഐ ഹാവ് ടു ചൂസ്. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മളൊരു പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ലുക്ക് അറ്റ് ഹർ നീഡ്സ്. അവൾക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഹിയറിങ്. ഒരു മരുന്ന് എഴുതി കൊടുത്തില്ലെങ്കിൽ അവിടെ ചെന്നിട്ട് മോളെ മീൻസ് കുഴപ്പമില്ല കേട്ടോ, ഈ ഒരു അതായത് ഞാൻ എൻ്റെ ഡിക്ഷണറിയിൽ ഞാനിപ്പോൾ ട്രെയിനിങ്ങിനൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ ഈ അനുഭവത്തിൽ നിന്നും WHO ഇൻപുട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കോയിൻ മെസ്സേജ് ഞാൻ കൊടുക്കാം. കോയിൻ മെസ്സേജ് എപ്പോഴും നമ്മൾ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കേണ്ട മെസ്സേജ്. ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് പേഷ്യൻറ്റിനെ തന്നെ നമ്മൾ വരുമ്പോൾ അവർക്ക് വേണ്ടത് 3 സിദ്ധൌഷധമാണ്. അതെല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ എല്ലാ ഹെൽത്ത് പ്രൊവൈഡേഴ്സിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. എമർജൻസി മെഡിസിനാണ്. എന്താണെന്നറിയോ? നല്ല നോട്ടം, നല്ല വാക്ക്, നല്ല സ്പർശം. പക്ഷെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരേ ഒരു മെഡിസിൻ ഏതാ ചെയ്യുന്ന ഒന്നുമായിരിക്കും. നല്ല നോട്ടം എത്ര ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ പൊന്നമ്മയ്ക്ക് ഞാൻ പൊന്നമ്മയെ സമ്മാനപ്പെടും. ജസ്റ്റ് ആ ഒരു വാക്ക് മതി. പക്ഷെ ഇപ്പം പലപ്പോഴും അലോപ്പതിക് മെഡിസിൻ ഓൾഡ് പേഴ്സൺ മെഡിസിൻ അല്ല എന്ന് പറയാനുള്ള കാരണം ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ്. കാരണം ഞങ്ങളുടെ അടുത്ത് 400-500 പേര് വരുമ്പോൾ ഞാൻ തന്നെ അങ്ങനെ ആയിരുന്നു പണ്ട്. വന്ന് ഇരുന്ന് സ്റ്റൂളിൽ ഇരിക്കാൻ തുടങ്ങുമ്പോഴേ തന്നെ അമ്മ പിടിച്ചു എഴുതി കഴിഞ്ഞു 400-500 പേരിരിക്കും. പിന്നെ നമുക്ക് എല്ലാവരോടും കൊച്ചുവർത്താനം പറയാൻ പറ്റുമോ? പക്ഷെ അപ്പോഴും ഞങ്ങളൊന്ന് തൊടുവൻ. ഞാൻ പ്രത്യേകിച്ച് അമ്മ പിടിച്ചോ, ഇത് കുഴപ്പമില്ല കേട്ടോ, അമ്മയ്ക്ക് കൂടുതൽ പറഞ്ഞാൽ അവിടെ നിന്ന് ഇരുന്നാൽ ഞാനിത് ഫ്രീ ആകുമ്പോൾ വരാൻ കേട്ടോ. അതായത് നല്ലൊരു വാക്ക്. സമയമില്ലെങ്കിലും നമുക്ക് നല്ലൊരു വാക്ക് കൊടുക്കാൻ അധികം സമയം വേണ്ട. അതുപോലെ ഒന്ന് നോക്കുക. പലപ്പോഴും നമ്മൾ നോക്കാതെ പകുതിയായിരിക്കുന്നതെന്ന് പറയാം. ഞങ്ങൾ കസേര ഉറച്ചിരിക്കില്ല, സമയമില്ല. അങ്ങനെ ഇരിക്കും. മിക്കവാറും പേഷ്യൻ്റ് അവിടെ വന്നിട്ട് അവരും തിരക്ക് കൂട്ടും. കാരണം ഡോക്ടറുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി ഓടും. സമയം നമ്മളൊന്ന് ഉറച്ചിരുന്ന് നോക്കി. ഞാൻ എൻ്റെ ജൂനിയർ ഡോക്ടേഴ്സിനോടൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർ തന്നെ എനിക്ക് ഫീഡ്ബാക്ക്, മാഡം പറഞ്ഞ ആ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്ത് പിന്നെ എന്തൊരു സമാധാനം. മറ്റേത് ക്യൂ നിൽക്കാനൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. കാരണം ഡോക്ടർ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? അതുപോലെ ഒരു സ്പർശം കൊടുക്കാൻ എത്ര സമയം, ഇത് 3ഉം കൂടെ കൊടുക്കാൻ ഒരു 10 സെക്കൻഡ് പോലും വേണ്ട. മനസ്സിലായോ? ഒന്ന് നോക്കാൻ. പലപ്പോഴും ഇങ്ങനെ കുനിഞ്ഞിരുന്നേ നാരായണി ശരി മുട്ടിൽ വേദന ഇവൻ മുട്ടിൽ വരെ ഞങ്ങൾ ചിലപ്പോൾ സ്റ്റെത്തോസ്കോപ്പ് വെച്ച് നോക്കാൻ. കാരണം ഇതിന് അവർക്ക് സമ്മാനം കിട്ടാൻ ഒന്നീ അങ്ങേ ആശങ്ക നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തും. അപ്പോൾ യഥാർത്ഥത്തിൽ ഹോൾ പേഴ്സൺ മെഡിസിൻ എന്ന് പറയുന്നത് ഹെൽത്ത് സർവീസ് പ്രൊവൈഡറിൻ്റെ ഉള്ളിലത്തെ ആറ്റിറ്റ്യൂഡ് പെർസെപ്ഷൻ ചേഞ്ചാണ്. ഇറ്റ്സ് നത്തിങ് ന്യൂ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചാനലിലുള്ള ഒരു അവയർനെസ് ആണ് ഈ ഹോളിസ്റ്റിക് ഹോൾ പേഴ്സൺ മെഡിസിൻ. ഇത്രയും നേരവും കേട്ടുകൊണ്ടിരുന്നത് പേഴ്സൺ സെൻട്രിക് ആയ ഒരു അപ്രോച്ച്, ഒരു പേഴ്സണ് വേണ്ടിയിട്ടായിരിക്കണം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ.
ഒരു പേഴ്സണെ ഹോളായിരിക്കണം ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് വെൽനെസ് എന്നതാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും സമയം നമുക്ക് നമ്മളുടെ ജീവിതത്തെ ഈ ഒരു ശരീരത്തിൻ്റെ ഈ ഒരു ശരീരം നമുക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ്. ഈ ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ജോലിയും ഈ പറയുന്ന സംഭവങ്ങളും നമ്മളുടെ പൊസിഷൻസും എല്ലാം ഉള്ളൂ, പ്രോപ്പർട്ടീസും എല്ലാം. അത് ഇല്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ശരീരത്തോടുള്ള ബഹുമാനം, ഇതിനോടുള്ള സ്നേഹം, ആക്ച്വലി നമ്മൾ നമ്മുടെ ശരീരത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ വരെ അതിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റും എന്ന് തന്നെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അത് നമ്മുടെ ശരീരത്തോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു മൊമെന്റ്, അത്രയും നമ്മളതിനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ വരാൻ പോകുന്ന ഒരു രോഗാവസ്ഥയെ പോലും മുൻകൂട്ടി നമ്മളെ അറിയിക്കും പല സിംറ്റംസുമായി എന്ന് പറയുന്ന ഒരവസ്ഥ ശരിക്കും അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ വ്യക്തി ജീവിതത്തിലും അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസുകളുണ്ട്. അറിവിൻ്റെ ലോകത്ത് അറിവ് എന്ന് പറയുന്നത് അഭ്യസിക്കുന്നതിലൂടെയാണ് വരുന്നത്. നമ്മൾ പഠിച്ചത് ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞു എന്നല്ല, അതിനപ്പുറവും ഈ പ്രായത്തിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മാഡത്തിൻ്റെ ഉത്സാഹം, അത് പ്രവർത്തിക്കാനുള്ള, അപ്ലൈ ചെയ്യാനുള്ള, ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഈ തീഷ്ണത, ഇതൊക്കെയാണ് എന്നെ മാമിൻ്റെ മുമ്പിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ മാമിന് ശിഷ്യ കൂടിയാണ്. മാമിന് ഈ വെൽനെസ്സിനെ കുറിച്ച് ഏറ്റവും ഭംഗിയായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും എസെൻഷ്യലായി ചെയ്യേണ്ട 1-2 ടിപ്പുകൾ ഒന്ന് പറയാൻ പറ്റും? തീർച്ചയായിട്ടും. വിൻസിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ, കുറേ ടിപ്സ് വിൻസിതായി തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഈ പ്രായത്തിന് ഞാൻ പഠിക്കുന്നവരെ എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അത് ശരിയാണല്ലോ. എനിക്ക് പ്രായമായെന്ന് പറയാൻ 1 വയസ്സും പ്രായമാണല്ലോ. അപ്പം അങ്ങനത്തെ നമ്പർ കൂടിയെന്ന ഒരു നമ്പർ പറയാം, പക്ഷെ അതെൻ്റെ ഏജ് അല്ല. അതെ, കാരണം നമ്മുടെ മെന്റൽ ഏജും സ്പിരിച്വൽ ഏജും ഉണ്ടല്ലോ, അതാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ 90-ാമത്തെ വയസ്സിലും ഒരു 10 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിട്ട് വന്ന് ഞങ്ങളെ കേക്ക് കെട്ടിയും, അതാണ് ഏജിനെ കുറിച്ചുള്ള. അതെ അതെ. പിന്നെ വെൽനെസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോൾ പേഴ്സൺ. ഞങ്ങൾക്കാണ് ഒരു വലിയ റോളുള്ളത്. ഈ ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ ശരീരത്തെക്കുറിച്ച് അവയർനെസ് വരുത്തണം. അങ്ങനത്തെ ഒരു തോന്നൽ തന്നെ ഞങ്ങളാണ് വരുത്തേണ്ടത്. ശരിക്കും ഒരു ജീവിതത്തിലെ ജീവിതയാത്രയിലെ ലൈഫ് പാർട്ണർ, ജീവിത പങ്കാളി ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും പറയാം ഹസ്ബൻഡാണ്, വൈഫാണ്. അല്ല, ആ ജീവിതം നയിക്കാൻ പറ്റുന്ന നമ്മുടെ ശരീരം കൂടുള്ളതുകൊണ്ട്. അപ്പോൾ ആ ശരീരത്തിനെ അങ്ങേയറ്റം ഒരു മെയിൻ്റനൻസ് തെറാപ്പി എങ്ങനെ കൊടുക്കുക. പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഏതൊരു എൻജിൻ, ഞാൻ എപ്പോഴും പറയുന്നതാണ് എൻ്റെ ക്ലാസ്സിലെല്ലാം. നമ്മൾ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ സർവ്വസാധാരണ മൊബൈൽ അത് മേടിച്ചു കഴിഞ്ഞാൽ ആ കടയിൽ നിന്നുകൊണ്ട് ആ സെയിൽസ് പേഴ്സണോട് നമ്മൾ എന്തെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇത് എങ്ങനെയാണ്, അങ്ങോട്ടാണ്, അതിൻ്റെ ബട്ടൺ ഏതാ, അതിൻ്റെ ഒരു മാനുവലോ അല്ലെങ്കിൽ യൂസർ മാനുവൽ, ഓപ്പറേറ്റിംഗ് മാനുവൽ തരും. നമ്മുടെ ഈ ശരീരം നമ്മൾ കിട്ടിയിട്ടെ ഇത്രയും വലിയ ഒരു ഹൈടെക് ഇൻസ്ട്രുമെൻ്റ് എന്നെങ്കിലും കരുതിക്കൂടെ. അപ്പോൾ വല്ലപ്പോഴും അതിനൊരു ഓയിലിട്ട് എയർ, വാട്ടർ, ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുത്തൂടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എയർ സർക്കുലേഷൻ. അത് WHO തന്നെ ഞാൻ പറയാം. ഹോളിസ്റ്റിക് ഹെൽത്തിന് വേണ്ടി പറയുന്നത് ആദ്യത്തെ തന്നെ ഈ പറഞ്ഞ പോലെ ഹൈജീൻ, ശുചിത്വം അത്യാവശ്യമല്ലേ. അതെ, നമ്മുടെ പരിസര ശുചിത്വം. നമ്മൾക്ക് മലയാളികൾക്ക് പേഴ്സണൽ ഹൈജീനിൽ വലിയ പ്രശ്നമില്ല, പക്ഷേ എൻവയൺമെൻറ്റൽ ഹൈജീനിൽ വലിയ പ്രശ്നം. ഇത് മെഡിക്കൽ സയൻസിലല്ല, നമ്മുടെ പൂർവികരുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് നോക്കിയാൽ ശുദ്ധി പഞ്ചകം എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പറയാം. അതാണ് ബെസ്റ്റ് ടിപ്പ് ഫോർ എ ഹോൾസം വെൽനെസ് ഓറിയൻറ്റഡ് ലൈഫ്. ശുദ്ധി പഞ്ചകം 5 ശുദ്ധികൾ. ആദ്യത്തെ ശുദ്ധി എൻവയൺമെൻറ്റൽ ഹൈജീൻ, പരിസര ശുദ്ധി. നമ്മുടെ വീട് പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ആദ്യം രാവിലെ ചെയ്തിരുന്നത് എന്താ, എണീറ്റ വശം ദൈവമേ എന്നൊന്ന് ചിന്തിച്ചിട്ട് പല്ല് തേച്ചിട്ട് നേരെ മുറ്റമടിക്കാൻ പോകും അല്ലേ. എന്നിട്ട് ആ ചപ്പും ചവറും എല്ലാം എടുത്ത് കത്തിക്കും. ശുദ്ധീകരണത്തിന് ഇതിൽ കൂടുതൽ വല്ലതും വേണം. എൻവയൺമെൻറ്റ് ഇപ്പോഴാണെങ്കിലോ ഒന്നാമത് മുറ്റമില്ല അടിക്കാൻ. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ ചപ്പും ചവറും എടുത്ത് അടുത്ത റോഡിലോ അല്ലെങ്കിൽ അടുത്ത മനസ്സിലായില്ല. അപ്പോൾ എൻവയൺമെൻറ്റൽ ഹൈജീൻ, ഇപ്പോൾ ഈ ഡെങ്കിപ്പനിയൊക്കെ ഇത്രയും കൂടുതൽ വരാനുള്ളത് നമ്മുടെ ഹൈജീൻ്റെ പ്രശ്നമാണ്. നമുക്ക് ഒരുപാട് സാങ്കേതിക വൈദഗ്ധ്യമുണ്ട്, പക്ഷേ ബേസിക് സ്കിൽസ് ഉണ്ടല്ലോ ജീവിതം സക്സസ്ഫുൾ ആക്കാനുള്ള
ഹോൾസം ലൈഫിനുള്ള സ്കിൽസ് നമ്മൾ വിവരമുണ്ട്, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അത് പ്രായോഗിക അറിവിലേക്ക് മാറ്റുന്നില്ല. എല്ലാം അറിയാം. ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ 2 മണിക്കൂർ ക്ലാസ് എടുക്കും, പക്ഷെ പ്രാക്ടീസ് ചെയ്യില്ല. അപ്പം ആദ്യത്തെ ശുചിത്വം എന്ന് പറഞ്ഞാൽ ഇതാണ്, പരിസര ശുചിത്വം. രണ്ടാമത്തത് വ്യക്തി ശുചിത്വം. അതിനെ അധികം പറയണ്ട, നമ്മൾ അതിലും മുൻപന്തി തന്നെയാണ് പല്ല് തേക്കും കുളിക്കലും. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ടാണോ എന്ന് വെച്ചാൽ അതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. പല്ല് തേക്കുന്നത് 1 മിനിറ്റിൽ കൂടുതൽ പല്ല് തേക്കരുത്. നമ്മളാണെങ്കിൽ പല്ല് തേച്ച് കളയുക, ശരിക്കും ഉരച്ച് തേച്ചങ്ങ് കളയും. അങ്ങനെയൊക്കെ ഉണ്ട്. അത് പിന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് കൊടുക്കും. ഇതൊക്കെ WHO പറയുന്ന കാര്യങ്ങൾ. പിന്നെ 3ാമത്തെ ശുദ്ധി എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശുദ്ധി, മനഃശുദ്ധി. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ചില അസുഖങ്ങൾ വരുന്നോണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. അത് നമ്മുടെ മനസ്സും ബോഡിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്, ബോഡി മൈൻഡ് മെക്കാനിസം. അതിലെന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ ശരീരത്തിൽ അത് വരും. ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട് കോസ് ഓഫ് എവറി ഡിസീസ് വിത്തിൻ യുവർ മൈൻഡ് എന്നാണ് WHO പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസും വരുന്നത് നമ്മുടെ മനസ്സിൻ്റെ മനോവൈകല്യമല്ലേ. നമ്മുടെ അപ്പും ചവറും അങ്ങോട്ട് എറിയാന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു വട്ടാണത്, ശരിക്കും മനസ്സിൻ്റെ അപറേഷനാണ്. അപ്പോൾ മനഃശുദ്ധി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വാക്ശുദ്ധി, അതായത് നമ്മുടെ പറയുന്ന വാക്കുകൾ ഒരു നല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിദ്ധൌഷധത്തിൽ പെടുന്ന ഒരു വാക്കാണ്. കുട്ടികളോടാണെങ്കിലും ആരോടാണെങ്കിലും, ഒരു പശുവിനോടാണെങ്കിലും, പശു എന്ന് വെച്ചാൽ മറ്റ് ജീവജാലങ്ങളോടാണെങ്കിലും നമ്മൾ നല്ല വാക്കേ പറയാം. പോടാ എന്നൊന്നും പറയുന്നു. പണ്ടൊക്കെ അതിനുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടുമായിരുന്നു. നമ്മുടെ അമ്മമാരെല്ലാം ആദ്യം പരിശീലനം തരുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ മീൻസ് നമ്മുടെ കുടുംബമല്ലേ ഒരു യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കുടുംബം. ഇപ്പം ആ യൂണിവേഴ്സിറ്റിയൊക്കെ പൂട്ടിപ്പോയി. അതുകൊണ്ട് നമ്മളെ പോലുള്ള പുറത്തു നിന്നുള്ള യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോൾ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. മറ്റേത് എന്താ പറയുക, ഇൻഹറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു ഒരു കുടുംബിനിയുടെ ഏറ്റവും വലിയ. അതായത് കുട്ടികൾക്ക് ഇതേപോലത്തെ ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കാം. അമ്മയായിരുന്നു വൈസ് ചാൻസലർ. കുടുംബം എന്ന് പറയുന്നത് സ്ത്രീയുടെ സന്തോഷവും എന്താ പറയുക, അനന്ത എന്ന പൊസിഷനിലേക്ക് അവൾ അറിയാതെ അവളെ എത്തിക്കുന്നു. ശരിക്കും ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആണ് പലരും. ഇപ്പം എല്ലാം ഞാൻ തമാശയ്ക്ക് പറയും സ്ത്രീശാല, നമുക്ക് പിന്നെ ഒരു സെഷനിൽ എടുക്കാം. എന്നാലും ഞാൻ പറയും, പണ്ട് വീട്ടമ്മയായിരുന്നു. ഇപ്പം നമുക്ക് വീട്ടമ്മയുടെ ജോലിയെല്ലാം കുറഞ്ഞു വന്നപ്പോഴേ നമ്മൾ നാട്ടമ്മയായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം വീട്ടമ്മയല്ല, നാട്ടമ്മയല്ല, ആട്ടമ്മയായി. ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഓടണം ഇങ്ങോട്ടും ഓടണം, ഒരു ആട്ടമ്മയാണ്. അങ്ങനെയാണ് നമ്മുടെ ആരോഗ്യം താഴോട്ട് പോകുന്നത്. രണ്ടും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചിട്ടയായിട്ട് ചെയ്യാനായിട്ടുള്ള നമുക്കൊരു ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല. പിന്നെ ചിലർ അതിൽ അതിജീവനം കാണും, സർവൈവ് ചെയ്ത് പോകും. അത് അവരുടെ തന്നെ എന്താ പറയുക, മുൻജന്മം പുണ്യം കൊണ്ടാണെന്ന് പറയാം. അല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സർവൈവ് അല്ലേ. അപ്പം വാക്ശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുന്നത് ഇന്ദ്രിയ ശുദ്ധി, പഞ്ചേന്ദ്രിയങ്ങൾ. പ്രത്യേകിച്ചും ഗർഭിണിയുടെ ഇന്ദ്രിയ ശുദ്ധിക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവൾക്ക് കുറേ മുട്ട കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അവൾ കാണുന്നത്, അവൾ കേൾക്കുന്നത്, അവൾ ഭക്ഷിക്കുന്നത്, അവളുടെ സ്പർശിക്കുന്നത്, ചിന്തിക്കുന്നത് എല്ലാം പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ ഉള്ള വൈബ്രേഷൻസാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ ന്യൂട്രീഷൻ. പണ്ടത്തെ അമ്മ അത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങളെ പോലുള്ള ന്യൂനറ്റോളജിസ്റ്റുകൾ എല്ലാം സ്റ്റഡീസ് നടത്തിയിട്ട് തെളിയിക്കുന്ന കാര്യമാണ് ഗർഭസ്ഥ ശിശു കേൾക്കുന്ന കാര്യങ്ങൾ. അമ്മയെ കൂടെ ആണല്ലോ കേൾവി, അമ്മയുടെ ചിന്തകൾ, ഇതെല്ലാം ശിശുവിൻ്റെ പേഴ്സണാലിറ്റിയാണ് പറ്റി. അതെ, ഗർഭസ്ഥ ശിശുക്കളിൽ ഉണ്ടാകുന്ന ഈ ഒരു ചേഞ്ച് തന്നെയാണ് ഇപ്പം ഏറിക്കൊണ്ടിരിക്കുന്ന ലേണിംഗ് ഡിസബിലിറ്റി, ഏതെങ്കിലും രീതിയിലുള്ള മെന്റൽ ഡിറേഞ്ച്മെന്റ്. അത് പല രീതിയിലാവാം. ഓട്ടിസം ആവാം, ലേണിംഗ് ഡിസബിലിറ്റി ആവാം, ഹൈപ്പർ ആക്ടിവിറ്റി. ഹൈപ്പറാണ് ഇപ്പം എല്ലാ കുട്ടികളും. പിന്നെ മൈൽ സ്റ്റോൺസിൻ്റെ ഡിലേ ആകാം, പിന്നെ ക്രിമിനൽ ടെൻഡൻസി, ടെമ്പർ ടാൻട്രംസ്, ഇതൊക്കെ കൂടി കൂടി വരുവാണ്. പ്രത്യേകിച്ച് ടെററിസ്റ്റിനെ സൃഷ്ടിക്കുന്ന ഓരോ കുടുംബത്തിലും അല്ലേ, പുറത്തല്ല. അവന് അത് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ പോലെ ആ കുട്ടിയുടെ അനുഭവത്തിൽ നിന്നും പ്രതികരിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ടെററിസം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പം ശാസ്ത്രീയമായിട്ട് വിലയിരുത്തുന്ന കാര്യം. പണ്ട് അത് ഞാൻ പറഞ്ഞ ആയുർവേദത്തിൽ ഇതെല്ലാം പരാമർശിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ആൻറ്റിനേറ്റൽ കെയർ, അതായത് ഗർഭിണികളുടെ കെയറിന് ആയുർവേദവും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഗർഭിണികളുടെ ആൻറ്റിനേറ്റലിനും പോസ്റ്റ്നേറ്റലിനും, പ്രസവത്തിന് മുമ്പും പ്രസവത്തിന് ശേഷവും. പ്രസവം മാത്രം അലോപ്പതിയുടെ മാത്രം കുത്തകയായിട്ട് വെച്ചുകൊണ്ട് മറ്റേതിന് രണ്ടിനും ഞങ്ങൾ RCH ട്രെയിനിങ് തുടങ്ങിയപ്പോൾ മുതൽ ഇൻവോൾവ് ചെയ്യാറുണ്ട് ഗർഭിണികൾ. കാരണം സന്തോഷ വാർത്ത തന്നെയാണ്. നമ്മളുടെ പാരമ്പര്യമാണ്, ഇന്ത്യയുടെ ട്രഡീഷനാണ് ആയുർവേദം.
ആയുർവേദം എന്ന് പിന്നെ പറയുന്നത്. അതിനെ ഇങ്ങനെ തള്ളി മാറ്റിയിരിക്കുന്ന അതൊരു മരുന്നല്ല, ഇറ്റ് ഈസ് എ സ്റ്റൈൽ, ലൈഫ് സ്റ്റൈലാണ്. ജീവനെ അറിഞ്ഞുകൊണ്ടുള്ള ഈ പറഞ്ഞ ഹോളിസ്റ്റിക് മെഡിസിൻ ആണ്. ശരീരവും മനസ്സും ഒരു സ്പിരിച്വൽ ഡയമെൻഷനും ഉണ്ടെന്നുള്ള അറിവോടുകൂടി ഈ 3 മെക്കാനിസത്തിനെ എംപവർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇറ്റ്സ് നോട്ട് എ മെഡിസിൻ. അത് പക്ഷേ ആയുർവേദ ഡോക്ടേഴ്സിന് പോലും ചിലപ്പോൾ അത് അറിയില്ല. ഞാൻ ചില ഡോക്ടേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം ജീവൻ്റെ ഊർജ്ജത്തെയാണ് അത് എംപവർ ചെയ്യുന്നതെന്നുള്ള ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ ഡൗട്ട് ചോദിച്ചാൽ അതിനെ ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ അതായിരിക്കാം അവരെ ഇങ്ങനെ ബൈപ്പാസ് ചെയ്യുന്നത്. അതേസമയം അലോപ്പതിയിൽ എല്ലാത്തിനും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്, റിസൾട്ട് ഉണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പം ആയുഷ് വന്നതിൽ പിന്നെ ഒരുപാട് റിസർച്ച് എല്ലാത്തിലും, ആയുർവേദത്തിലും ഹോമിയോയിലും സിദ്ധ ഈക്വലി ഗുഡാണ്. പക്ഷെ അതിൻ്റെ മരുന്നുകളൊക്കെ വളരെ ചിട്ടയോടുകൂടി നമ്മൾ കഴിക്കണം. ഞാൻ ഈ എല്ലാ സിസ്റ്റത്തെക്കുറിച്ചും പഠിച്ചതുകൊണ്ടാണ്, കാരണം എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് വന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെ, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഫാമിലിയിൽ തന്നെ അങ്ങനെയായിരുന്നു. എല്ലാവരും ഒരു ഓപ്പൺനെസ്. അത് പിന്നെ ആ ഗുരുവും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കത് കൺഫർമേഷനായി. ഇവിടെ നമ്മുടെ ആളുകൾ ഓപ്പൺ ടു റിസീവ് എന്ന ഒരു പൊസിഷൻ ആളുകൾക്കില്ല. എല്ലാവരും ക്ലോസ്ഡ് ആയ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് നമ്മളാലാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ, ആയുഷ് മന്ത്രിയുടെ ഒരു വലിയൊരു പ്രയത്നം തന്നെ വെൽനസ് എന്നത് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മാമിനെ പോലെ പരിചയസമ്പന്നരായ ആളുകളിലൂടെ നമ്മളിലേക്ക് നമുക്ക് ഒരുമിച്ച് മൂവ് ചെയ്യാൻ, എസ്പെഷ്യലി ഇതിൻ്റെ കീഴിലൊരു വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് വിളിച്ച് ഇടയ്ക്കെന്ന് പറഞ്ഞിട്ട്, ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ നാഷണൽ കൺസൾട്ടൻ്റായിട്ട് 8 years വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 2013 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നു. ഇപ്പോൾ അവിടെയുള്ള എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ട് ഞങ്ങളിവിടെ ഇടുക്കിയിൽ, ഞങ്ങളിപ്പം പ്രായം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് വെച്ച് നോക്കുമ്പോൾ വാനപ്രസ്ഥത്തിൻ്റെ പ്രായം. അതുകൊണ്ട് ഞങ്ങൾ വാനപ്രസ്ഥം നയിക്കാൻ വേണ്ടി ഇവിടെ ഇടുക്കിയിലെ അടിമാലിയിൽ ശാന്തിഗ്രാം എന്ന് പറഞ്ഞ ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് സെൻ്ററാണ് ഇവിടെ ഞങ്ങൾ നയിക്കുന്നത്. അതാണ് എൻ്റെ ഹോളിസ്റ്റിക് ഹെൽത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്. ഇൻ്റഗ്രേഷൻ ഓഫ് ഓൾ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ആൻഡ് ട്രീറ്റിംഗ് ദ പേഴ്സൺ ആസ് എ ഹോൾ വിത്ത് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് അവർക്ക് ശരീരം മാത്രമല്ല, ഉള്ളിലൊരു മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഈ 3 തലത്തിനെ സമന്വയിപ്പിച്ചുകൊണ്ടും എല്ലാ നല്ല വിസ്ഡവും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടും, പ്രത്യേകിച്ച് യോഗശാസ്ത്രം എല്ലാ ഗർഭിണികൾക്കും യോഗയും പറഞ്ഞു കൊടുക്കുക. കൗമാരപ്രായം മുതൽ സ്പെഷ്യലൈസ്ഡ് യോഗ അവരെ കൊണ്ട് ചെയ്യിക്കുക. അങ്ങനെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ആയിട്ടുള്ള ഒരു അടുത്ത തലമുറ സൃഷ്ടിക്കുക, അവർക്ക് വളമായിട്ട് മാറട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഓക്കെ, വാനപ്രസ്ഥം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിലും വാനപ്രസ്ഥമൊന്നും അല്ല. ഇത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. വാനപ്രസ്ഥം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കൊന്നും വേണ്ട. വളരെ സുന്ദരമായൊരു സ്ഥലം തന്നെയാണ്. എന്താ പറയുന്നത്, ഇടുക്കിയുടെ പ്രകൃതി രമണീയതയ്ക്കുള്ളിൽ തന്നെയാണ് ഈ ഒരു ശാന്തിഗ്രാം എന്ന് പറയുന്ന ഈ വെൽനസ് ക്ലിനിക്കുള്ളത്. അപ്പോൾ ഇവിടെ മാമിൻ്റെ പ്രവർത്തനങ്ങൾ എന്താ പറയുക, നമുക്ക് വന്നാൽ വളരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. എല്ലാവർക്കും കൂടെ വരാൻ പറ്റുന്നതാണ്. ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ഓരോന്നിനെ കുറിച്ചുള്ള സ്പെഷ്യലൈസേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മാമിനോടൊപ്പം കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. അപ്പം താങ്ക് യു മാം. നമസ്തേ.